ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വിഷൻ ഹോണ്ട കാക്കവയിലാണുള്ളത്. ഇവിടെ വന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേസിന്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേച്ചർ DC വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ മോഡൽ, 2025 മോഡൽ അമേസ് ആണ്. ഇത് ബേസ് ഓപ്ഷൻ ആണ്. ഈ ഒരു മോഡലിനെ പറ്റി പറയുകയാണെങ്കിൽ വെർത്തായിട്ടുള്ള, അതായത് പ്രൈസിന് ഇതായിട്ടുള്ള ഒരു മോഡലാണിത്. പ്രൈസിന് വെർത്തായിട്ടുള്ള ഒരു മോഡലാണിത്. സ്റ്റാർട്ടിംഗ് മോഡൽ എന്നാണ് ഈ ഒരു വേർഷനെ ഹോണ്ട വിളിക്കുന്നത്. നമുക്ക് എന്നും തുടങ്ങുന്ന നമ്മൾ ഹെഡ് ലാമ്പ് തുടങ്ങുവാണെങ്കിൽ പ്രൊജക്ടർ ടൈപ്പ് ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. LED ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് ആണ് വന്നിട്ടുള്ളത്. അതിന് മുകളിൽ നമുക്ക് DR കാണാൻ പറ്റും. ഈ ഒരു DR തന്നെയാണ് അതിന്റെ ഒരു ഇൻഡിക്കേറ്ററും വന്നിട്ടുള്ളത്. പിന്നെ അടിപൊളിയായിട്ടുള്ള ഹെഡ് ലാമ്പാണ്. ഇതിന്റെ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇതിന് അഡാസ് ഫീച്ചേഴ്സും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഹെഡ് ലാംപ്സ് ആണ് വന്നിട്ടുള്ളത്. പക്ഷേ ബേസ് ഓപ്ഷനിലേക്ക് അഡാസ് ഫീച്ചേഴ്സിന്റെ ഓപ്ഷൻസ് വരുന്നില്ല. നേരെ മധ്യഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വലിയ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രില്ലിന് നടുക്കായിട്ടാണ് ഒരു ഹോണ്ടയുടെ ബാഡ്ജിങ് ക്രോമിയത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് അവിടെ ഒരു വലിയൊരു ക്രോമിയത്തിന്റെ ഒരു ഫിനിഷിങ്, അതായത് ഒരു ഭാഗത്ത് തുടങ്ങി മറുഭാഗത്ത് എൻഡ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ ഫോഗ് ലാമ്പിന്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ബേസ് ഓപ്ഷനിൽ ഫോഗ് ലാമ്പ് വരുന്നില്ല. ഫുൾ ഓപ്ഷനിലേക്ക് വരുവാണെങ്കിൽ LED ആയിട്ടുള്ള ഫോഗ് ലാമ്പാണ് വരുന്നത്. പിന്നെ മധ്യഭാഗത്ത് ഇത് നമ്പർ പ്ലേറ്റിന്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ മധ്യഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ബോക്സി ആയിട്ടുള്ള ഷേപ്പാണ്. നല്ല ഒരു സ്റ്റൈലൻ ഡിസൈൻ ആണ് ഇതിന് വന്നിട്ടുള്ളതെന്ന് പറയാം. ഇനി നേരെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ ബോണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ബോണ്ടിന്റെ ക്യാരക്ടർ ലൈൻസ് ഒക്കെ നമുക്ക് പ്രൊമിനന്റ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ വലിയ വിൻഷീൽഡും വൈപ്പേഴ്സും ഒക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിലാണ് വൈപ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഓവറോൾ മുൻഭാഗത്തുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നേരെ വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന്റെ വീൽ, ഇത് ഫുൾ ഓപ്ഷനിലേക്ക് വരുവാണെങ്കിൽ 15 ഇഞ്ച് അലോയാണ് വരുന്നത്. പക്ഷേ അപ്പോൾ ഇതിലേക്ക് വരുവാണെങ്കിൽ 14 ഇഞ്ചാണ് ഇതിന്റെ ഒരു വീൽ സൈസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വീൽ കപ്പ് നമുക്ക് കാണാൻ പറ്റും. സിൽവറിന്റെ ഒരു വീൽ കപ്പാണ്. പിന്നെ ഇതിന്റെ ഓവറോൾ ടേണിംഗ് റേഡിയസ് പറയുകയാണെങ്കിൽ 4.2 മീറ്റർ ആണ് ടേണിംഗ് റേഡിയസ് വരുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത് 172 mm ആണ് ഇതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും വന്നിട്ടുള്ളത്. നമുക്ക് നേരെ നോക്കുവാണെങ്കിൽ ഇതിൽ ഇവിടെ ഒരു ക്യാരക്ടർ ലൈൻ മുൻഭാഗത്ത് തുടങ്ങി പിൻഭാഗം വരെ എൻഡ് ചെയ്യുന്നതിൽ ഒരു ക്യാരക്ടർ ലൈൻ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മിററിന്റെ പൊസിഷൻ പഴയ അമേസിൽ നിന്ന് കുറച്ച് പിന്നിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിന് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെന്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ബേസ് ഓപ്ഷൻ തൊട്ട് അതും വരുന്നുണ്ട്. പിന്നെ ഡോറിന്റെ ഇതിലേക്ക് നോക്കുവാണെങ്കിൽ ഡോർ ഹാൻഡിലൊക്കെ ബോഡി കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. 2 ഡോർ ഹാൻഡിലും ബോഡി കളേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ പില്ലേഴ്സ്, A പില്ലർ ബോഡി കളറിലും B പില്ലർ ബ്ലാക്കിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 35 ലിറ്റർ ആണ് ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ മുൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതിന്റെ ബ്രേക്ക് വന്നിരിക്കുന്നത് വെന്റിലേറ്റഡ് ഡിസ്ക് ആണ് ഇതിന്റെ ബ്രേക്ക് വരുന്നത്. അതുപോലെ തന്നെ സസ്പെൻഷൻ മെക്ഫേഴ്സൺ സ്റ്റഡിന്റെ സസ്പെൻഷനും മുൻഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഡ്രം ബ്രേക്കും അതുപോലെ തന്നെ ടിസ്റ്റ് വീം സസ്പെൻഷനാണ് പിൻഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് ഇതിന്റെ വശങ്ങളിലുള്ള കാര്യങ്ങൾ. അപ്പൊ നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനിലുള്ള ഒരു ടൈൽ ലാമ്പ് നമുക്ക് കാണാൻ പറ്റും. ഫുള്ളി LED ആയിട്ടുള്ള ഡിസൈനാണ്. നമ്മൾ ഈ ഹോണ്ട സിറ്റിനൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. നേരെ താഴേക്ക് പോകുകയാണെങ്കിൽ ഒരു റിഫ്ലക്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബമ്പറിന്റെ ഡിസൈനിങ്ങിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ 2 സെൻസേഴ്സും നമുക്ക് ഇതിന്റെ പിൻഭാഗത്ത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ അമേസിന്റെ ബാഡ്ജിങ്ങും അതുപോലെ തന്നെ ഹോണ്ടയുടെ ബാഡ്ജിങ്ങും അതുപോലെ തന്നെ IV ടെക്കിന്റെ ബാഡ്ജിങ്ങും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് എഞ്ചിന്റെ സ്പെക്കും കാണാൻ പറ്റും. പിന്നെ മുകൾ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഷാർക്ക് ഫിൻ ആൻഡിന് കൊടുത്തിട്ടുണ്ട്. ഡിഫോഗർ ലൈൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് 416 ലിറ്റർ ആണ് ഇതിന്റെ ഒരു ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത്. അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഈ രീതിയിലാണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ചെറിയൊരു കുഴിയുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയാണ് ഇതിന്റെ പിൻഭാഗത്തെ കാര്യങ്ങളുള്ളത്. പിന്നെ ഇത് ഇവിടെ ഒരു ഇതുണ്ട്, ബ്രേക്ക് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് കാണുമ്പോൾ ഇതെവിടെ ഈ രീതിയിലാണ് ഇതിന്റെ ബ്രേക്ക് ലാമ്പ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ ഓവറോൾ എക്സ്റ്റീരിയർ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇന്റീരിയറിലേക്ക് പോകാം. ഇന്റീരിയർ ഡോർ ഹാൻഡിൽ ഈ രീതിയിലാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. ഒരു കീന്റെ ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. നമുക്ക് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഡുവൽ കളർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ ഒരു ബീജിന്റെ കളർ നമുക്ക് ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റും. അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിന്റെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ്, ലോക്ക് അൺലോക്ക്, പവർ വിൻഡോയുടെ ബട്ടൺ, അതായത് നമ്മുടെ ഈ വിൻഡോ ലോക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആംറെസ്റ്റും അത്യാവശ്യം ഒരു ചെറിയൊരു സ്റ്റോറേജ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ തൊട്ട് താഴേക്ക് പോവുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിന്റെ കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ സ്പീക്കേഴ്സ് ഇൻക്ലൂഡ് ആക്കി നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കാര്യമാണ് ഈ ഡോർ പാഡിന്റെ കാര്യങ്ങൾ. നേരെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോളിന്റെ ഓഫ് ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതാ AC വിൻഡോ ഒക്കെ നല്ല രീതിയിലുള്ള AC വിൻഡോ ഒക്കെ ഒരു പ്രത്യേക ഷേപ്പ് നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ പുഷ് സ്റ്റാർട്ട് ബട്ടന്റെ കുറവ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫുൾ ഓപ്ഷനിൽ പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നുണ്ട്. ഇനി നേരെ സീറ്റ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ട് സീറ്റ് വന്നിട്ടുണ്ട്.
നല്ല ഒരു ഷേപ്പ് ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടൊരു സീറ്റാണ്. അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും ബേസ് ഓപ്ഷൻ തൊട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഇവിടെ ഈ പോർഷനിലാണ് ഇതിന്റെ ഫ്യൂവലിന്റെ ലിഡ് ഓപ്പണിംഗ് അതുപോലെ തന്നെ ബോണറ്റ് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. നേരെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു പോർഷനിലാണ് ഡിക്കിന്റെ ഓപ്പണിങ്ങിനുള്ള ലിഡും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ രീതിയിലാണ് ഇതിന്റെ പെഡൽസ് ഒക്കെ വരുന്നത്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് 2 പെഡൽസേ ഉള്ളൂ. ഈ രീതിയിലാണ് പെഡൽസ് വന്നത്. പിന്നെ ഞാൻ നേരത്തെ ഇതിന്റെ കാര്യം പറഞ്ഞില്ല, കീന്റെ കാര്യം പറഞ്ഞത് ഈ രീതിയിലാണ് ഇതിന്റെ ബേസ് ഓപ്ഷന്റെ കീ വരുന്നത്. സെൻട്രൽ ലോക്ക് ഒക്കെ വരുന്നുണ്ട് ഇതിൽ. ഈ രീതിയിൽ കീ വരുന്നുണ്ട്. പിന്നെ ടോപ്പ് എൻഡിൽ വരുവാണെങ്കിൽ ഇതിന്റെ കീലെസ് സെന്ററിലേക്ക് മാറും. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ടിൽറ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതിന്റെ ലിവർ നമുക്ക് കാണാൻ പറ്റും. ടിൽറ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ വണ്ടീന്റെ ഉള്ളിലാണുള്ളത്. ഇതിന്റെ സ്റ്റിയറിംഗ് വീൽ ഈ ഒരു രീതിയിലാണ് സ്റ്റിയറിംഗ് വീൽ വന്നിരിക്കുന്നത്. 3 സ്പോക്ക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഈ ഒരു വാഹനം തൊട്ട് 6 എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, ഹീൽ ഹോൾഡ് അസിസ്റ്റ്, ഐസോഫിക്സ്, ചൈൽഡ് സീറ്റ് മൗണ്ട്, അങ്ങനെ വലിയൊരു നീണ്ട നേരെ തന്നെ ഇതിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇത് കാണാൻ പറ്റും. മ്യൂസിക് കൺട്രോൾസിന്റെ ബട്ടൺസോ വോയിസ് കമാൻഡ്സിന്റെ ബട്ടൺസും കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് ക്രൂസ് കൺട്രോൾ ഒഴിവായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബേസ് ഓപ്ഷൻ തൊട്ട് പെഡൽ ഷിഫ്റ്റും ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ പെഡൽ ഷിഫ്റ്റേഴ്സ് കാണാൻ പറ്റും. ഈ ഒരു 2 സൈഡിലായി പെഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിന്റെ ലിവർ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വൈപ്പേഴ്സിന്റെ ലിവർ ഇവിടെയും കാണാൻ പറ്റും. നേരെ നമ്മുടെ ഇത് നോക്കുവാണെങ്കിൽ മിറർ ക്ലസ്റ്റർ നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള മിറർ ക്ലസ്റ്റർ ആണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള മിറർ ക്ലസ്റ്റർ ആണ്. ഇത് ഇവിടെ ഒരു ടോക്കോമീറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, ഇത് ഇവിടെ ഡിജിറ്റലായിട്ട് സ്പീഡ് കാണിക്കും. അതുപോലെ തന്നെ ഇവിടെ സ്പീഡ് കാണിക്കും. പിന്നെ ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രീമിയം ആയ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു സാധനം കാണും. ഇത് ഹെഡ്ലൈറ്റിന്റെ ഹൈറ്റ് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിലാണ് ഇതിന്റെ മീറ്റർ ക്ലസ്റ്ററിന്റെ കാര്യമുള്ളത്. പിന്നെ നേരെ മധ്യഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു 8 ഇഞ്ചിന്റെ ഒരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനത്തെ ഫംഗ്ഷൻസും കൂടാതെ 37ഓളം കണക്റ്റീവ് ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. 4 സ്പീക്കറാണ് ഈ ഒരു ബേസ് ഓപ്ഷനിൽ വരുന്നത്. ടോപ്പ് എൻഡിൽ വരുമ്പോൾ ഒരു 2 ട്യൂട്ടറും കൂടെ എക്സ്ട്രാ അതിലേക്ക് വരുന്നുണ്ട്. പിന്നെ നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ AC വെന്റ് ഒക്കെ ഈ രീതിയിലാണ് AC വെന്റ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് AC വെന്റ് ഈ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഒരു ടെക്സ്ചർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ഗ്ലൗ ബോക്സ് ഈ രീതിയിലുള്ള ഗ്ലൗ ബോക്സും കൊടുത്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഗ്ലൗ ബോക്സ് ആണ്. പിന്നെ കർട്ടൻ എയർ ബാഗ്സ് കൂടെ കാണാൻ പറ്റും. 6 എയർ ബാഗ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു രീതിയിൽ മാനുവലായിട്ടുള്ള AC ആണ് കൊടുത്തിട്ടുള്ളത്. കുഴപ്പമില്ല. അതിൽ ഇതിന്റെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൽ AC വന്നിട്ടുണ്ട്. പിന്നെ താഴേക്ക് ഇത് ഒരു സ്റ്റോറേജ് സ്പേസ്. ശരിക്കും ഇത് ടോപ്പ് എൻഡിൽ വരുവാണെങ്കിൽ ഇവിടെ ഇതാണ് വയർലെസ് ചാർജറിന്റെ ഓപ്ഷൻ ആണ്. ഇതിലേക്ക് വരുമ്പോൾ ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആക്കുന്നുണ്ട്. ഇവിടെ 12 വോൾട്ടിന്റെ അഡാപ്റ്റർ, അതുപോലെ തന്നെ ഇവിടെ USB ചാർജറും കാണാൻ പറ്റും. ഇനി നേരെ പിൻഭാഗത്തേക്ക് പോകുമ്പോൾ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ ഇതിൽ 7 സ്പീഡ് CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതായത് ഹോണ്ട സീറ്റിലൊക്കെ വരുന്ന 7 സ്പീഡ് CVT ഗിയർ ബോക്സും അതുപോലെ തന്നെ മാനുവൽ വരുവാണ് 5 സ്പീഡ് മാനുവലും ആണ് വന്നിട്ടുള്ളത്. അതിന്റെ ഗിയർ നോബ് ഈ രീതിയിൽ ഗിയർ നോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് മാനുവൽ ആയിട്ടുള്ള ഹാൻഡ് ബ്രേക്കും ചെറിയൊരു സ്റ്റോറേജ് ഇവിടെയും കാണാൻ പറ്റും. പിന്നെ ആംറസ്റ്റ് വന്നിട്ടില്ല. ആംറസ്റ്റ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് ചെറിയൊരു സ്റ്റോറേജ് എല്ലാ രീതിയിലാണ് ഇവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യമാണുള്ളത്. ഇനി നേരെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ മിറേഴ്സ്, മാനുവൽ ഡിമ്മിങ് ആയിട്ടുള്ള മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വാനിറ്റി മിറർ, ഡ്രൈവർ സൈഡിൽ വാനിറ്റി മിറർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോ ഡ്രൈവർ സൈഡിലും വാനിറ്റി മിറേഴ്സ് കാണാൻ പറ്റും. പിന്നെ ഇത് ഈ രീതിയിൽ ഹാൻഡിലും വന്നിട്ടുണ്ട്. പിന്നെ സൺറൂഫ് വരുന്നില്ല. അതുപോലെ തന്നെ ഇത് എവിടെയാണ് ഇതിന്റെ ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. മുൻഭാഗത്തെല്ലാം സെൻട്രലാണ് ഇതിന്റെ ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ കൂടി വെളിച്ചം കിട്ടാനുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഓവറോൾ ഇന്റീരിയറിന്റെ കാര്യങ്ങളുള്ളത്. പിന്നെ നമുക്ക് ഇനി നേരെ ബാക്കിലേക്ക് പോയി ലെഗ് സ്പേസും അതുപോലെ തന്നെ ഇത് ഹെഡ് റൂം ഒക്കെ ഒന്ന് കണ്ടുനോക്കാം എങ്ങനെയുണ്ടെന്ന കാര്യം. അപ്പോൾ നമുക്ക് നേരെ ബാക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മുൻഭാഗത്തെ സ്പേസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിൻഭാഗത്തെ സ്പേസ് നോക്കാം. ഡോറ് ഈ ഒരു രീതിയിലാണ് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്നത്. നേരെ കയറാനൊന്നും ബുദ്ധിമുട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു സ്പേസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സീറ്റിന് നല്ല രീതിയിലുള്ള തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഹഗ് ചെയ്യുന്ന ഫീലും ഉണ്ട്. പിന്നെ സെൻട്രൽ ടണൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സെൻട്രലിലും ആൾക്കാർക്ക് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പിന്നെ ടോപ്പ് എൻഡിൽ വരുവാണെങ്കിൽ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് ഒരു സ്റ്റോറേജും അതുപോലെ തന്നെ ഒരു മൊബൈൽ ചാർജറിന്റെ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഈ സീറ്റ് മാക്സിമം പിന്നിലേക്കാണുള്ളത്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി പിന്നിലേക്ക് ആക്കിയതാണ്. പിന്നെ ഇത് നോക്കുവാണെങ്കിൽ സീറ്റ് നോക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. ഹെഡ് റെസ്റ്റ് റിമൂവബിൾ അല്ല, ഫിക്സഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡർ സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് റൂമിന്റെ സ്പേസ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഹെഡ് റൂം തട്ടുന്നില്ല. ജസ്റ്റ് ചെറിയൊരു സ്പേസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പിൻഭാഗത്തുള്ളത്. 3 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ഒരു ഇതും സീറ്റ് ബെൽറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഐസോഫിക്സ് ചൈൽഡ് സീറ്റിന്റെ മൗണ്ടിന്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇതിന്റെ പിൻഭാഗം ഉള്ളത്. അപ്പൊ നമ്മൾ ഓവറോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി എഞ്ചിന്റെ കാര്യമാണ് പറയാനുള്ളത്. എഞ്ചിന്റെ സ്പെക്ക് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിന്റെ ബോണറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന രീതികൾ വരുന്നത്. ഇതിന്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ 1200 cc, കറക്റ്റ് പറയുകയാണെങ്കിൽ 1199 cc IV ടെക് എഞ്ചിന്റെ പെട്രോൾ എഞ്ചിനാണ്. ഇത് 4 സിലിണ്ടർ ആണ് ഈ ഒരു എഞ്ചിൻ വരുന്നത്. അതുപോലെ തന്നെ ഇതിന് 2 ഗിയർ ബോക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്.
7 സ്പീഡ് CVT ഓട്ടോമാറ്റിക്കും അതുപോലെ തന്നെ മാനുവൽ വരുവാണെങ്കിൽ 5 സ്പീഡ് മാനുവലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ പവർ ഫിഗേഴ്സ് പറയുകയാണെങ്കിൽ 89 bhp 6000 rpm അതുപോലെ തന്നെ 110 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക് 4300 rpm ഈ ഒരു എഞ്ചിൻ പുറപ്പെടുവിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു എഞ്ചിന്റെ കാര്യങ്ങളുള്ളത്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണുള്ളത്. 89 bhp പവർ വരുന്നുണ്ട്. പിന്നെ 4 സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു ഇതിൽ പറയുകയാണ്. 4 സിലിണ്ടർ വരുന്ന ഈ ഒരു സെഗ്മെന്റിൽ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. 4 സിലിണ്ടർ ബാക്കിയെല്ലാം 3 സിലിണ്ടറിലേക്ക് മാറുന്നുണ്ട്. ഇതിലിപ്പോഴും 4 സിലിണ്ടർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഓവറോൾ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു അമേസിന്റെ ബേസ് ഓപ്ഷന്റെ കാര്യങ്ങളുള്ളത്. ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിന്റെ ഫുൾ ഓപ്ഷന്റെ കാര്യങ്ങൾ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തത് വിഷൻ ഹോണ്ടയാണ്. ഈ വണ്ടീന്റെ ടെസ്റ്റ് ഡ്രൈവും അതുപോലെ തന്നെ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആവശ്യത്തിനുള്ള നമ്പർ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു കൊടുത്തേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.